നമുക്കൊരു വാക്യം വായിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യം. യേശുവിലുള്ള സർവശക്തനായിരിക്കുന്ന കർത്താവിന്റെ പ്രത്യേകത ശ്രദ്ധിച്ചാട്ടെ. യെസ്. ഇതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ചാർന്ന് ദൈവത്തിന്റെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ചാട്ടെ. യേശു ക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ തന്നെ അവൻ സർവശക്തനാണ്. കാര്യം സാധാരണ നിലകളിലുള്ള ഒരു സ്ത്രീയും പുരുഷനും കൂടിയുള്ള അവരുടെ ദാമ്പത്യ ജീവിതത്തിനകത്തുണ്ടായിരിക്കുന്ന ഒരു കുഞ്ഞല്ല കർത്താവായ യേശു ക്രിസ്തു. അവൻ പരിശുദ്ധാത്മാവിനാൽ മറിയുടെ അകത്ത് ജനിച്ചവനാകയാൽ ദൈവത്തിന്റെ ആത്മാവിൽ അവൻ സർവശക്തനായ ദൈവമാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ അവന്റെ ജനനം തന്നെ സർവശക്തനായ ദൈവമായിട്ടാണ്. ഇതുപോലെ ഒരു ഉലകത്തിൽ ഒന്നും കാണുകയില്ല. അവൻ ജനനത്തിങ്കൽ സർവശക്തനായ ദൈവമാണ്. അവൻ ജനിച്ചത് തന്നെ സർവശക്തനായിട്ടാണ്. ഓ ശമന ഹസരന്ധനിയ. വിശ്വസിക്കുന്ന ദൈവജനം ചാർന്നവന് മഹത്വം കരേറ്റി ഇന്ന് പകലൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്ത് എത്ര പേർക്ക് പറയാൻ പറ്റുന്നുണ്ട്, ഞാൻ ആരാധിക്കുന്ന, ഞാൻ സേവിക്കുന്ന, ഞാൻ മഹത്വപ്പെടുത്തുന്ന യേശു ക്രിസ്തു ജനനത്തിങ്കൽ തന്നെ അവൻ സർവശക്തനായ ദൈവമാണ്. കാര്യം അവൻ ജനിച്ചത് പരിശുദ്ധാത്മാവിനാലാണ്. അവന്റെ ജനനം ഒരു അസാധാരണമായ ജനനമാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കകത്ത് നിൽക്കുന്ന ആ കാര്യങ്ങൾക്കകത്തൊരു ഡെലിവറൻസ് ഇന്ന് പകലിൽ ഉണ്ടാകട്ടെ. കാര്യം ദൈവം സർവശക്തനാണ്. സകലത്തിനു മതിയായ ഒരു ദൈവമാണ്. ഓ ലവ് യു ജീസസ്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട്. അവൻ സർവശക്തനായ കർത്താവാണ്. അവന്റെ ജനനത്തിങ്കൽ തന്നെ പരിശുദ്ധാത്മാവിനാൽ ജനിക്കപ്പെട്ടവനാണ്. അർത്ഥം ദൈവത്തിന്റെ ആത്മാവ് മറിയുടെ ഉദരത്തിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു കുഞ്ഞ് ജനിക്കുവാനിടയായി. പ്രസ്തുത ഭൂമിയിലെ ഒരപ്പൻ യോസേപ്പ് വളർത്തച്ഛനാണ് യേശുവിന്റെ. പക്ഷേ സ്വർഗത്തിൽ ഒരപ്പൻ യേശുവിനുണ്ട്. തന്റെ ജനനത്തിങ്കൽ തന്റെ ആത്മാവിനെ അയച്ച ദൈവം മറിയുടെ ഉദരത്തിൽ കർത്താവായ യേശു ജനിച്ചു. ആമേൻ. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞവൻ ജനനത്തിങ്കൽ തന്നെ സർവശക്തനാണ് എന്ന് പറഞ്ഞ എന്റെ യേശു ജനിച്ചതുപോലെ ഈ ഭൂമിയിൽ ആരും ജനിച്ചിട്ടില്ല. ഞാൻ ആരാധിക്കുന്ന, എന്നെ രക്ഷിച്ച എന്റെ യേശു ജനിച്ചതുപോലെ ഈ ഭൂമിയിൽ ആരും ജനിച്ചിട്ടില്ല. സ്തോത്രം. കാരണം അവൻ ജനിച്ചത് ദൈവത്തിന്റെ ആത്മാവിനാലാണ്. സർവശക്തനായ ദൈവം ഭൂമിയിൽ ജനിച്ചു. ഹെരോദാവ് പറഞ്ഞു, എല്ലാ കുഞ്ഞുങ്ങളെയും അങ്ങ് കൊന്നുകളയാൻ. യേശുവിന്റെ ജനനം അറിഞ്ഞ ഹെരോദാവിന് മനസ്സിലായി ഈ യേശുവിനെ ഇല്ലാതാക്കണം. അവനിലൂടെ പിശാച് പ്രവർത്തിക്കാൻ തുടങ്ങി. സ്തോത്രം. ദൈവശക്തിയിൽ ജനിച്ചവനെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. ഒന്ന് ചാർ ദൈവത്തിന് സ്തോത്രം ചെയ്ത്. ദൈവശക്തിയിൽ നീ ജനിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ ആത്മാവിൽ നീ ജനിച്ചിട്ടുണ്ട്. ആമേൻ. യേശു ജനിച്ചതുപോലെ ഉയരത്തിൽ നിന്ന് ആമേൻ ഒരു ജനനം ദൈവജനത്തിനുണ്ടായിട്ടുണ്ട്. അതിന് പറയുന്ന പേരത്രേ വീണ്ടും ജനനം. ദൈവശക്തിയിൽ ജനിക്കപ്പെട്ടവൻ അവന്റെ ദൗത്യത്തെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല. അവന്റെ മേലൊരു വിളിയുണ്ട്, അവനൊരു ശുശ്രൂഷയുണ്ട്, അവനെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ ആത്മാവിൽ ജനിച്ചവൻ. ദൈവശക്തി അറിയണമെന്ന്. യേശുവിലുള്ള സർവശക്തി ഇന്ന് പകലൊന്ന് അറിയണം. യേശു ജനിച്ചതുപോലെ ഉയരത്തിൽ ഒരു ജനനം നിനക്കുണ്ടായിട്ടുണ്ട്. ദൈവസഭയിൽ ഓരോ മക്കൾക്കും ഉണ്ടായിട്ടുണ്ട്. അതിന് പറയുന്ന പേരാണ് പുതുതായി ജനിച്ചു, വീണ്ടും ജനിച്ചു. അത് ആത്മാവിൽ ജനിച്ചു. ഓ, അത് വെള്ളത്താൽ ജനിച്ചു. അല്ലയോ നിക്കോദെമോസേ, നിനക്ക് മനസ്സിലായില്ല. പക്ഷേ വീണ്ടും ജനിച്ച ചിലർക്കത് മനസ്സിലായി. സ്തോത്രം. അപ്പൊ യേശു സർവശക്തനായിരിക്കുന്ന
ദൈവമായി ഭൂമിയിൽ ജനിച്ചപ്പോൾ അവനെ തകർക്കാനായിട്ട് ഇല്ലാതാക്കി കളയാൻ ശത്രു എഴുന്നേറ്റതുപോലെ വീണ്ടും ജനിച്ച ചിലരെ ഇല്ലാതാക്കാൻ ശത്രു എഴുന്നേൽക്കും. പക്ഷേ അത്തരം പിശാചിന്റെ തടസ്സങ്ങൾ കണ്ടൊന്നും വിഷമിക്കരുത്. നിന്നെ കുറിച്ചൊരു ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതി നിവർത്തീകരിച്ചെടുക്കാതെ സ്വർഗത്തിലെ ദൈവം നിന്നെ വിടത്തില്ല. ഈ യേശുവിലുള്ള പദ്ധതി യേശു നിവർത്തീകരിച്ചെടുത്തതുപോലെ നിന്നെ കുറിച്ചിട്ടുള്ള വാഗ്ദത്തങ്ങൾ, ദൈവ മക്കളെ കുറിച്ചിട്ടുള്ള വാഗ്ദത്തങ്ങൾ ദൈവം അത് നിവർത്തീകരിച്ചെടുക്കും. അതിന് തടയാൻ ദുഷ്ടന് കഴിയുകയില്ല.